നമസ്കാരം. കോർപ്പറേറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അധ്യക്ഷനായതിൽ പിന്നെ രസകരമായിട്ടുള്ള പല സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അധ്യക്ഷനായതിൽ പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം മാർക്ക് നൈറ്റിൽ മൂക്കുകുത്തി വീണ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ കേരളത്തിലെ ബി.ജെ.പിയുടെ അവസ്ഥയും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് എല്ലാവരും വികസിത കേരളത്തിനൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് മുക്കി മൂളിയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജനങ്ങളൊക്കെ പറയുന്നത്, ദയവ് ചെയ്ത് ഇവിടെ ഒരു സർക്കാർ നല്ല രീതിയിൽ വികസനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലയിലും ഒന്നാമതാണ്, അത് മുടക്കാതിരുന്നാൽ മതി എന്നാണ് പലരും പറയുന്നത്. അപ്പോ ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്ന് മനസ്സിലായപ്പോൾ ഇനി FPയിൽ എഴുതിയിട്ട് തുടങ്ങാം. കാരണം പലയിടങ്ങളിലും പ്രസംഗിക്കാൻ നേരത്തെ അറിയാലോ, അണ്ണന്റെ മലയാളത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക ലിപിയും അതുപോലെ തന്നെ പ്രത്യേക ചില സംഗതികളൊക്കെ വെച്ചാണ് അണ്ണൻ കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ലൂസിഫറിലെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് അവസാനം തേഞ്ഞൊട്ടിയ കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ. മുദ്രാവാക്യം ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് മുദ്രാവാക്യം പറഞ്ഞ് അറിയാലോ, മുദ്രാവാക്യം ഒരു രീതിയിലായിട്ടുണ്ട്. അങ്ങനെ അവസാനം ആരോ എഴുതി കൊടുത്ത ആ പോസ്റ്റ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ FPയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഏറി കയറുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്: ഒന്നും ചെയ്യാതെ നഷ്ടമാക്കിയ 9 വർഷങ്ങൾ ഒടുവിൽ എടുത്തു പറയാൻ ഒന്നുമില്ലാത്തതിനാൽ ജനങ്ങളുടെ ദുരിതവും കണ്ണീരും നിസ്സഹായതയും ആഘോഷമാക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിലകയറ്റവും തൊഴിലില്ലായ്മയും വികസന മുരടിപ്പും എല്ലാം ചേർന്ന് നരകതുല്യമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം. കടമെടുത്തു മാത്രം മുന്നോട്ടു പോകുന്ന സർക്കാർ നികുതി ഭാരം കൂട്ടി ജനങ്ങളെയും കടക്കാരാക്കുന്നു. സാധാരണക്കാരുടെ നടുവൊടിക്കുന്ന വിലകയറ്റത്തിനൊപ്പം തൊഴിലില്ലായ്മയിലും രാജ്യത്ത് 1-ാം സ്ഥാനത്ത് കേരളമാണ്. റാങ്ക് ലിസ്റ്റുകൾ കടലാസുകൾ മാത്രമാകുമ്പോൾ യോഗ്യതയുള്ളവരെ ഒഴിവാക്കി ഇഷ്ടക്കാർക്ക് സ്ഥിര നിയമനം നൽകുന്നു. അതിനാൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി നാട് വിടേണ്ട ഗതികേടാണ് കേരളത്തിലെ യുവാക്കൾക്ക്. നിക്ഷേപകർ തിരിഞ്ഞു നോക്കാത്ത സംസ്ഥാനത്ത് കേന്ദ്ര ഫണ്ടിനെ ആശ്രയിച്ച് മാത്രമാണ് വികസനം മുന്നോട്ട് പോകുന്നത്. സ്വന്തമായി ആഘോഷിക്കാൻ നേട്ടങ്ങളില്ലാത്തതിനാൽ കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി നടപ്പിലാക്കി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ നികുതി പണമെടുത്ത് നഷ്ടങ്ങളുടെ 9 ആണ്ടുകൾ ആഘോഷമാക്കുന്നു. ഇതിന് ഒരവസാനം ഉണ്ടായേ തീരൂ, എങ്കിൽ മാത്രമേ വികസിത കേരളം യാഥാർത്ഥ്യമാകൂ. അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം നിർണായക നിക്ഷേപങ്ങളുമായി കേരളത്തിന് മുന്നിൽ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറക്കുകയാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. ആരും ചിരിക്കരുത്, അഭ്യർത്ഥനയാണ്. ഒന്ന് നോക്കണേ, വ്യവസായ രംഗത്ത് കേരളം 1-ാമതാണ്. കേന്ദ്രം പോലും സമ്മതിക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അറിയാലോ, 1-ാം സ്ഥാനത്താണ് നമ്മളുള്ളത്. മാത്രവുമല്ല, വ്യവസായ രംഗത്ത് നമ്മൾ നടപ്പിലാക്കുന്ന പല വിപ്ലവങ്ങളും കണ്ടിട്ട് മറ്റുള്ള ലോക രാജ്യങ്ങൾ പോലും കേരളത്തെ നോക്കി അത്ഭുതത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറയാം, വ്യവസായികളൊക്കെ നമ്മുടെ ഈ ജെട്ടി സാബുവൊക്കെ പറയണ കേട്ടിട്ടായിരിക്കും ഇവിടെ കിടന്ന് ഈ രാജീവ് ചന്ദ്രശേഖരൻ കിടന്ന് മോങ്ങുന്നത്. വ്യവസായ സൗഹൃദമല്ല അത്ര കേരളം. ഇവിടുത്തെ വ്യവസായികളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യവസായികൾ പറയും, ഇത്രയും നല്ലൊരു നാട്, വ്യവസായം ചെയ്യാൻ പറ്റിയൊരു നാട് ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന്. മാത്രമല്ല, പല ഗിർവാണങ്ങളും ഇതിനിടയിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ തള്ളി മറയ്ക്കുന്നുണ്ട്. 9 ആണ്ടുകൾ ഇവിടെ ഒന്നും നടന്നില്ല അത്രേ. ഈ 9 വർഷം കൊണ്ട് LDF സർക്കാർ കേരളത്തെ ഏതൊക്കെ രീതിയിലാണ് പടുത്തുയർത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നവകേരളം പടുത്തുയർത്തുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന് വലിയ സങ്കടം കാണുമെന്ന്. UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു നമ്മുടെ ഈ പറയുന്ന കേരളത്തിന്റെ അവസ്ഥ? കേരളത്തെ തകർത്തെറിഞ്ഞിരുന്നില്ലേ? കല്ലുകളിട്ട് തപ്പ വികസനം വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? എല്ലാ മേഖലയും സത്യത്തിൽ തകർന്നടിഞ്ഞിരുന്നില്ലേ? സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നില്ലേ? ആരോഗ്യ രംഗത്ത്, ആരോഗ്യ മേഖലയിലൊക്കെ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അങ്ങനെ എടുത്തു പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ മേഖലയും തകർന്നടിഞ്ഞിരിക്കുന്ന സമയത്താണ്, നമ്മുടെ കേരളത്തെ എല്ലാ രീതിയിലും നശിപ്പിച്ചിട്ടിരുന്ന സമയത്താണ് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇന്ന് എന്താണ് നമ്മുടെ കേരളത്തിന്റെ നിലവിലെ അവസ്ഥ? വ്യവസായ രംഗത്ത് നമ്മൾ 1-ാമത്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ 1-ാമത്. അടച്ചുപൂട്ടി കളഞ്ഞ പല സ്കൂളുകളും നമ്മൾ തുറന്നു, അല്ലെ? ഉമ്മൻചാണ്ടി പഠിച്ച പുതുപ്പള്ളിയിലെ സ്കൂൾ, ആ സ്കൂൾ പോലും ഇവർ അടച്ചുപൂട്ടിയില്ലേ? ആ സ്കൂൾ അവസാനം ആരാണ് തുറപ്പിച്ചത്? LDF സർക്കാരാണ്. അങ്ങനെ എല്ലാ മേഖലയിലും വലിയ വികസനങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് വലിയ വികസനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലേ? കോവിഡ് രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയില്ലേ? ലോക രാജ്യങ്ങൾ പോലും കേരളത്തിലെ ആരോഗ്യ മേഖലയെ പറ്റി പുകഴ്ത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ? അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അപ്പൊ ഒരാൾ ഇവിടെ നിന്ന് പറയുകയാണ്, ഇല്ല എല്ലാം പച്ചക്കള, ഞാൻ സമ്മതിക്കില്ല എന്ന്. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്താ വിചാരിച്ചതെന്നറിയോ? ഈ ഗുജറാത്തിലെയും UPയിലെയൊക്കെ ജനങ്ങളെ പറ്റിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങള് തെറ്റിദ്ധരിക്കപ്പെട്ട് പെട്ടീന്ന് BJPയുടെ പോലും പിടിച്ചിറങ്ങുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പള്ളിക്കൂടത്തിന്റെ മുറ്റം കാണാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. നല്ല പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്.
നിങ്ങളൊക്കെ ഇവിടെ ഇറക്കുന്ന ഈ ചാണക ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ്. ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പോ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. അതുപോലെ തന്നെ അവർ ഭരിക്കുന്ന സമയത്ത് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? UP യുടെ അവസ്ഥ എന്താണ്? ഗുജറാത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് അറിയാൻ സാധിക്കുമല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. മാത്രമല്ല ഇവർ ഭരിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു സിനിമ പോലും ഇവരെ വിമർശിച്ചുകൊണ്ട് പിടിക്കാൻ കഴിയില്ല. സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം. ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഗുജറാത്ത് കലാപം കാട്ടിയതിന്റെ പേരിൽ, ഗോത്ര കലാപം കാണിച്ചതിന്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെ ഇവരെന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഇങ്ങനെ പതിയെ ഇവര് അവരുടെ പേരുകളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധിമതത്തെ പറ്റി പിള്ളേര് പഠിക്കരുത്. അത് പുസ്തകത്തിൽ നിന്ന് പിടിയിൽ വെട്ടി മാറ്റിക്കും. എന്തുകൊണ്ടാണ്? ഗാന്ധി ആരാണ് കൊന്നതെന്ന് ചോദിച്ചാൽ ഗോഡ്സെ എന്ന് പറയും. ഗോഡ്സെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഘപരിവാറുകാരനാണ്, RSS കാരനാണെന്ന് പറയും. അപ്പൊ ഈ RSSകാരൊക്കെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ പെടും. സവർക്കറിനെ പറ്റി പഠിക്കരുത്. സവർക്കറിനെ പറ്റി പഠിച്ചാലോ ഈ ഗാന്ധിമതത്തെ പറ്റി തന്നെ പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ മൊത്തത്തില് ചരിത്രത്തിൽ നിന്ന്, ചരിത്ര താളുകളിൽ നിന്ന് പല സത്യങ്ങളും മൂടിവെക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിവിടെ കിടന്നിരുന്ന് പറയാണ്, നോക്കൂ ഞങ്ങളെ കേരളത്തിന്റെ ഭരണം ഏൽപ്പിക്കുമെന്ന്. എന്റെ പൊന്നോ, ദൈവത്തോർത്ത് ഇത്തിരി സമാധാനം നമ്മുടെ കേരളത്തിലുണ്ട്. മതനിരപേക്ഷത മനസ്സ് നല്ല മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ മതനിരപേക്ഷ മനസ്സിനെ, ആ മതനിരപേക്ഷതയെ തകർത്തെറിയാൻ വേണ്ടി നിങ്ങളുടെ ബുൾഡോസറുകൾ നമ്മുടെ കേരളത്തിൽ വന്ന്, നമ്മുടെ കേരളത്തിന്റെ വാതിലിൽ വന്ന് മുട്ടുന്നുണ്ട്, നല്ല ആഞ്ഞു മുട്ടുന്നുണ്ട്. അതിന്റെ നട്ടും ബോൾട്ടും ഒക്കെ പോകുമ്പോഴും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് അങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിനെ എന്നും ഇങ്ങനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചറിഞ്ഞ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ തന്നെ തൃശ്ശൂരില് ഒരാൾ ജയിച്ചല്ലേ, ആരായിരുന്നു? സുരേഷ് ഗോപി ജയിച്ചിട്ട് എന്താണ് നമുക്ക് കേരളത്തിന് വേണ്ടി എന്ത് ഗുണമാണ് ഉണ്ടായത്? കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഗുണം കിട്ടിയോ? കേരളം എന്ന് പറയുന്ന വാക്ക് നിർമ്മല സീതാരാമൻ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു നമ്മൾ ആരെങ്കിലും കേട്ടോ? ഇല്ല. പോട്ടെ, രാജ്യത്തെ തന്നെ മൊത്തത്തിൽ പിടിച്ച് കുലുക്കിയ ഒന്ന് ഇവിടെ സംഭവിച്ചല്ലോ, ഒരു ദുരന്തം സംഭവിച്ചല്ലോ, വയനാട് ദുരന്തം. എന്നാണ് ഈ മഹാൻ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? ആദ്യത്തെ ദിവസം വന്നോ? രണ്ടാമത്തെ ദിവസം വന്നോ? പോട്ടെ, അഞ്ചാമത്തെ ദിവസം വന്നോ? 10 ദിവസം കഴിഞ്ഞിട്ട് വന്നോ? ഇല്ല. ഒരു 12-13 ദിവസം കഴിഞ്ഞപ്പോ വന്നേക്കാണ് വാനമ്പാടിയെ പോലെ. ഫോട്ടോ എടുത്ത് പോയി. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസയെങ്കിലും അവിടെ ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തോ? ഇല്ലല്ലോ. നമ്മൾ ഇതൊക്കെ കണ്ടതല്ലേ. നരേന്ദ്രമോദി സർക്കാരിനോട്, അതായത് എന്റെ സംസ്ഥാനമാണ്, ഞാൻ ജനിച്ചു വളർന്ന ഒരു സംസ്ഥാനമാണ്, ആ നാട്ടിലാണ് മഹാദുരന്തം സംഭവിച്ചിട്ടുള്ളത്, ഒരു കേന്ദ്ര ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സമീപനം? നമ്മളൊക്കെ കണ്ടതാണല്ലോ. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു. അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. എന്നിട്ട് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി അതിൽ നിന്ന് പറയുകയാണ്, ഗഡ്കരിയുടെ റോഡാണത്ര ഇപ്പൊ ഈ കാണുന്ന റോഡുകൾ മുഴുവനും. ആ റോഡുകളുടെയൊക്കെ അട്ടിപ്പറാവകാശം സർക്കാർ ഏറ്റെടുക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ അറിയാലോ. 62 റോഡുകളാണ് നമ്മുടെ കേരളത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ റോഡുകളിൽ തന്നെ ഭൂരിഭാഗം റോഡിനും മുഴുവൻ ഫണ്ടും മുടക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. രാജ്യത്തെ ഏറ്റവും വലിയ റോഡ് ഇപ്പോൾ കേരളത്തിലാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതിന്റെ അട്ടിപ്പറ അവകാശം ഏറ്റെടുത്തുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞി കളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കർണാടകക്കാരൻ രാജീവ് ചന്ദ്രശേഖർ. ശോഭാ സുരേന്ദ്രനും കിടന്ന് പല വേദികളിൽ ഇരുന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ ഞമ്മന്റാണ്, ഇതൊക്കെ നമ്മുടെ ശ്രീ നരേന്ദ്രമോദിയുടെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര ശ്രീ നരേന്ദ്രമോദിയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ പൊന്ന് ശോഭാ സുരേന്ദ്ര, ഈ അടവൊന്നും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ എന്തായാലും ക്ലച്ച് പിടിക്കില്ല. ഇനിയിപ്പോ ഈ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്ന് വിചാരിക്കുക. ഇവരുടെ കയ്യിലല്ലേ ഈ പറയുന്നത് പോലെ ഭരണമുള്ളത്? കേന്ദ്രഭരണം ഇവരുടെ കയ്യിലല്ലേ? ഇവർക്ക് ഈ പറയുന്ന പോലെ നിയമപരമായിട്ട് നേരിടാമല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് അത് പോകാത്തത്? അപ്പൊ പെരുന്നുണയാണെന്ന് പറയാം. പോട്ടെ, ഇതൊക്കെ ഗഡ്കരിയുടെ റോഡാണ്, ഈ പണം മുഴുവൻ മുടക്കിയിരിക്കുന്നത് ഞങ്ങളാണ് എന്ന് ഇവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കണക്ക് പുറത്തുവിടാമല്ലോ. എന്തുകൊണ്ട് അവർ കണക്ക് പുറത്തുവിടാത്തത്? പിഴിഞ്ഞം പോട്ടെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു മാധ്യമങ്ങളിലും കൊടുത്തില്ല കേട്ടോ. പുറത്ത് മാധ്യമങ്ങളിലൊക്കെ നരേന്ദ്രമോദി സർക്കാർ കുറെ പരസ്യമൊക്കെ കൊടുത്തു. എന്തുകൊണ്ടാണ് ഇവിടെ കൊടുക്കാതിരുന്നത്? 5 പൈസ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഇവിടെ പൈസ അവർ മുടക്കുന്നില്ല. ലോണായിട്ടാണ് നമുക്ക് അവർ പൈസ തന്നിട്ടുള്ളത്. അതിന് ഭൂരിഭാഗം പൈസ മുടക്കുന്നത് കേരളമാണ്. അത് കേരളത്തിന്റെ പദ്ധതിയാണ്. ഇവിടെ വന്ന ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കണ്ടം വഴി ഓടിക്കുമെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ കുറെ ഉടായ്പകളിലൂടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളൊക്കെ പിടിച്ചു. അതുപോലെ ഇവിടെയും അത് നടപ്പിലാക്കി എടുക്കാൻ പറ്റുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇനി കുറെ മുക്കിയും മൂളിയും ഒക്കെ ലൂസിഫറിനെ പോലുള്ള പല ഡയലോഗുകളൂടെ പറയേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർജി. എത്രയൊക്കെ മുക്കിയാലും മൂളിയാലും ഒരു സാധ്യതയും കാണുന്നില്ല. ചുമ്മാ ഇരിക്കുമ്പോൾ ആ സുരുവിന്റെ അടുത്തൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് നല്ലതാണ്, ഇവിടെ എങ്ങനെയുണ്ട് സുരു എന്ന്. അപ്പൊ സുരു പറഞ്ഞു തരും തേഞ്ഞൊട്ടലിന്റെ ഒരുപാട് കഥകൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.